ഇതുകൂടെ ചേർത്ത് 12ാമത്തെ ഹോട്ടലാ. ഇവിടുന്ന് ഇവിടെ സാധനം കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോകും, നീ പട്ടിണിയാ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. അതിനെ ഡെയിലി ഇൻസ്റ്റയിൽ ഈ റീല് തന്നെ കണ്ടുകൊണ്ട് എനിക്കിത് കഴിക്കാൻ ഭയങ്കര ഇതെങ്ങനെയെങ്കിലും ഒന്ന് വാങ്ങിത്താ. സാർ ഓർഡർ പ്ലീസ്. പറയൂ. ഒരു കാരമൽ മിക്സ് കോഫി മോച്ച. സാറിനോ? ഒരു നാരങ്ങളും ലൈം. എടാ നീ എന്താ ഇവിടെ? നീ എന്തിനാ വന്ന്? ഞാൻ ഫുഡ് കഴിച്ചില്ല. ഞാൻ പിന്നെ കറണ്ട് പിടിക്കാൻ വേണ്ടി ഒരു മാറ്റില്ല, വളർത്ത മാത്രമേ ഉള്ളൂ അല്ലേ? ഇവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, കാരമൽ മിക്സ് കോഫി മോച്ച. അതന്നെ. നിങ്ങൾ ഓർഡർ ചെയ്താ? ഓർഡർ ചെയ്തു. ഓ എന്നാ സംസാരിക്കല്ലേ? അല്ല നിങ്ങൾ എങ്ങനെയാ ഈ ഐറ്റത്തെ പറ്റി അറിഞ്ഞത്? കാരമൽ മിക്സ് കോഫി മോച്ചയെ പറ്റി എങ്ങനെ അറിഞ്ഞത്? ഒന്നും പറയണ്ട. ഒരു ദിവസം ഇൻസ്റ്റാഗ്രാം റീല് കാണും, ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കും. റീല് കാണും, ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കും. ഇത് തന്നെ പരിപാടി. അല്ല ഞാൻ ചോദിക്കണം വിചാരിച്ചിട്ടാ, നമ്മളെങ്ങനെ ഈ റീല് കാണുന്ന സമയത്ത് നമുക്ക് ഒരു ടോപ്പിക്കിനെ പറ്റി സജഷൻ പോലെ എങ്ങനെ വരുന്നത്? അത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ട്രാക്കിംഗ്. ഡേറ്റ ട്രാക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം കാണുകയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം കാണുമ്പോൾ നമുക്ക് എന്താണ് കുറേ ലൈക്ക്, കമന്റ്സ്, കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ എന്താണ് ആ സോഷ്യൽ മീഡിയയുടെ ഇൻസ്റ്റാഗ്രാം എന്താണ് അത് ട്രാക്ക് ചെയ്തെടുക്കും. അങ്ങനെയൊക്കെ അല്ലേ? ഇനിയുണ്ട് നമുക്ക് അൽഗോരിതം അനാലിസിസ്. അൽഗോരിതം അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയുടെ ആപ്പ് കയറുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും, എല്ലാ ഡേറ്റാസും ആണെങ്കിൽ ഇത് അനലൈസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് അൽഗോരിതം. ഓക്കെ, ആ അൽഗോരിതം അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൊക്കേഷൻ ട്രാക്കിംഗ്. ഞാനിപ്പോൾ കൊല്ലത്ത് നിൽക്കുകയാണ്, നേരെ കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ എനിക്ക് കോഴിക്കോട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫുഡും അതിനുള്ള കാര്യങ്ങളെല്ലാം എന്താണ് ഈ സോഷ്യൽ മീഡിയ ചെയ്തു തരും. അതാണ് ലൊക്കേഷൻ ട്രാക്കിംഗ്. പിന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കുക്കീസ് മാനേജർ. ഓക്കെ, കുക്കി അല്ല ആ ഐറ്റം ഇവിടെ കിട്ടുമോ? ആ ഐറ്റം അല്ല. കുക്കി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് കയറുകയാണെങ്കിൽ നമ്മൾ വെബ്സൈറ്റ് എൻ്റർ ആവുന്നിടം മുതൽ അവസാനിക്കുന്നിടം വരെ ഉള്ള ഒരു ഹിസ്റ്ററി ആണെന്ത് ഈ പറഞ്ഞ കംപ്ലീറ്റ് ഇൻഫർമേഷൻ. നിങ്ങൾ എന്തൊക്കെ ചെയ്തു, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി കുറേ ചാറ്റ് ചെയ്യത്തില്ലേ? ഓക്കെ, അതിന് എല്ലാ കാര്യങ്ങളും ഇവിടെ കാണും, ആ കുക്കീസ് കാണും. നീ ഇവിടെ വെച്ചേ. ഓക്കെ, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ലാസ്റ്റ് 2 പോയിന്റ് പറയുകയാണ് ഫിംഗർ പ്രിന്റ് മാനേജ്. ഫിംഗർ പ്രിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിവരങ്ങൾ, ബ്രൗസേഴ്സ് വിവരങ്ങൾ എല്ലാം എന്താണ് നമ്മുടെ ഫിംഗർ പ്രിന്റ് വഴി എടുക്കാറുണ്ട്. ഇനിയാണ് ഒരു പോയിന്റ് ഉണ്ട്, കോണ്ടന്റ് എൻഗേജ്മെന്റ്. കണ്ടന്റ് എൻഗേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു റീലൊക്കെ നമ്മൾ എത്ര സമയം ഇരുന്ന് കാണും, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അതൊക്കെ എന്താണ് ആ സോഷ്യൽ മീഡിയ നോട്ട് ചെയ്യാറുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ സാർ ബില്ല്. ഇത് വരെ തരൂ. അല്ല ഈ ബിൽ